ത്യാഗരാജനെ കുറിച്ച് വ്യക്തമായി അന്വേഷിച്ചു മാഡം. മൈസൂരിൽ മംഗലാപുരത്തും ഒക്കെ തിരക്കി. അവസാനം വിവരം കിട്ടി. എന്താണ്? ത്യാഗരാജൻ ഇപ്പൊ മുംബൈയിലാണ്. കഴിഞ്ഞ 3 മാസമായി അയാൾ ആശുപത്രിയിലുവാ. ആശുപത്രിയിലോ? സീരിയസ് ആയ എന്തോ കേസാണ്. പഴയ കുടിപ്പകയിൽപ്പെട്ടതെന്നാ അറിയാൻ കഴിഞ്ഞത്. ഋഷിയുടെയും നന്ദന്റെയും മിസ്സിംഗിൽ അയാൾക്ക് കൈയില്ല, അത് ഉറപ്പിക്കാം. തീർച്ചയാണോ CP? അതെ മാഡം. എന്റെ ഒരു പരിചയക്കാരൻ ആശുപത്രിയിൽ ചെന്ന് ത്യാഗരാജനെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു. വടിവാള് കൊണ്ട് കാലിന് വെട്ടേറ്റു എന്നാ പറയുന്നത്. ത്യാഗരാജൻ അല്ല മാഡം ഇതിന് പിറകിൽ. അതുമല്ല, അയാൾ ഇതുപോലുള്ള ക്രിമിനൽ പരിപാടികൾ അവസാനിപ്പിച്ചു എന്ന് അറിയുന്നത്. അപ്പൊ പിന്നെ ഋഷി എങ്ങോട്ടാ പോയത്? ഓഫീസും കമ്പനിയൊക്കെ അടച്ചുപൂട്ടി എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാനാ തോന്നുന്നേ. മോനില്ലാത്തൊരു ലോകത്ത് എന്തിനാ അമ്മ ഇങ്ങനെ മരിച്ചു ജീവിക്കുന്നേ? മതിയായി. മാഡം വിഷമിക്കാതെ. മുമ്പ് ഋഷി മരിച്ചു എന്ന് വരെ ഉറപ്പിച്ച അവസരത്തിലല്ലേ ഒരു ദിവസം അവൻ നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ട് തിരിച്ചു വന്നത്. വീണ്ടും അത് സംഭവിക്കും മാഡം. ഋഷി വരും. ഇല്ല CP, ഇത്തവണ അവനെ കാണാതായത് എന്നെ വല്ലാണ്ട് പേടിപ്പെടുത്തുക. പഴയതുപോലെ അവനായിട്ട് മാറി നിൽക്കുന്നല്ല. വളരെ കണക്ക് കൂട്ടി ഏതോ ഒരാളോ ഒരു സംഘമോ അവന്റെ പിറകിലുണ്ട്. CP, മാഡം, ആ കെവിന്റെയും ഇസബെല്ലയുടെയും എന്തെങ്കിലും കള്ളക്കളികളുണ്ടോ ഇതിന്റെ പിറകിൽ? അല്ല മാഡം, അവര് ഉറപ്പിക്കാൻ വയ്യ. ആരെയും ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാഡം, എനിക്കെന്തോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു ഭയം ഇപ്പോഴില്ല. അതെന്താ? എയർപോർട്ടിലെ എമിഗ്രേഷൻ പ്രശ്നങ്ങളാ കുരുങ്ങിപ്പോകുന്നൊക്കെ പേടിച്ചു കാണും. ഈ രാജ്യം വിട്ടാ കൂടുതൽ കുഴപ്പങ്ങളാവുമെന്ന് സംശയിച്ചു കാണും. അങ്ങനെ മാറിയതായിരിക്കും മാഡം. അങ്ങനെ ആയിരിക്കോ CP സംഭവിച്ചത്? അതെ മാഡം. മാഡത്തെ വിളിച്ചു പറഞ്ഞാൽ വിഷമിക്കുന്നു വെച്ചിട്ടാവും ഋഷി ഫോൺ ചെയ്യാത്തത്. കൃത്യസമയത്ത് ഋഷി വിളിക്കും, അല്ലെങ്കിൽ നേരിട്ട് വരും. മാഡം സമാധാനമായിട്ട് സന്തോഷമായിട്ടിരിക്കും. CP പറയുന്ന കേൾക്കുമ്പോ എന്തൊരു ആശ്വാസം തോന്നുന്നുണ്ട്. സമാധാനമായിട്ടിരിക്കും മാഡം. ഋഷിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. സത്യം. ഹലോ. ആ, ഇവിടെ.